എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിന് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. കാരണം കുറച്ച് ഡ്യൂട്ടിയുടെ തിരക്കൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, തിരക്കായിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു യോഗ ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ താല്പര്യമുള്ള കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടു, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾ യോഗ മാറ്റൊക്കെ മേടിച്ചു, ഞങ്ങൾക്ക് യോഗ മാറ്റ് ഉണ്ട്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് നമ്മൾ യോഗ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ യോഗ മാറ്റ് മേടിച്ചവർ ആദ്യം തന്നെ യോഗ മാറ്റ് ഇതേപോലെ സ്വസ്ഥമായിട്ടുള്ളൊരു സ്ഥലത്ത് വിരിച്ചിടുക. അതിനുശേഷം വളരെ സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. അതിപ്പോൾ നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയറിലോ എവിടെയാണെന്ന് വെച്ചാൽ സ്വസ്ഥമായിട്ട് മുഖത്തെ പുഞ്ചിരി പോവാതെ ഇരിക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. വിചാരിക്കുന്നത് നിലത്തിരുന്നിട്ട് യോഗ ചെയ്യുന്നത് ശരിയല്ല. കാര്യം നമ്മൾ യോഗ ചെയ്യുന്ന സമയത്ത് കുറച്ച് എനർജി നമ്മുടെ ഉള്ളിൽ, നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ആവും. അപ്പോൾ അത് നമ്മൾ നിലത്തിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് നഷ്ടമാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മാറ്റിലോ അല്ലെങ്കിൽ ഒരു ഷീറ്റിലോ വേണം നമ്മൾ ഇരിക്കാനായിട്ട്. നമുക്ക് കഴിഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ എൻഗേജ്ഡ് ആയിരുന്നിരിക്കാം, ചെയ്തുകൊണ്ടിരിക്കാം. ഫ്യൂച്ചറിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടായിരിക്കാം. അതൊക്കെ തൽക്കാലം മറന്നേക്കാം. എന്നിട്ട് ഈ ഒരു നിമിഷത്തിൽ സ്വസ്ഥമായിട്ട് മുഖത്ത് നല്ല പുഞ്ചിരിയോടെ സമാധാനമായിട്ട് ഇരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് തറയിലിരിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾ ചെയറിലോ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് കസേരയിലോ ഇരിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥമായി ഇരിക്കുക, നട്ടെല്ല് നിവർത്തിയിരിക്കുക, കണ്ണുകൾ അടച്ചു വെച്ചിട്ട് കൈകൾ നെഞ്ചോട് ചേർത്ത് തൊഴുത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് വിശ്വാസത്തിലാണോ ഉള്ളത് ആ വിശ്വാസത്തിൽ ഒരല്പസമയം പ്രാർത്ഥിച്ചിരിക്കാം. അപ്പൊ നമ്മൾ ഇരിക്കുവാണ് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കൈകളൊക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യാം. നന്നായിട്ടൊന്ന് കൈകൾ കുടയാം. കൈകൾ നേരെ തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം. കൈകൾ കുടയാം. കൈകൾ വശങ്ങളിലേക്ക് കുടയാം. കണ്ണുകൾ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് കൈകൾ കുടയാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു കൈ മുകളിൽ ഒരു കൈ താഴെ, അതുപോലെ ഒരു കൈ മുകളിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൾ ഇങ്ങനെ മാറ്റി മുഖത്തെ പുഞ്ചിരി മായരുത്. സന്തോഷത്തോടെ കൈകൾ അങ്ങനെ റിലാക്സ് ചെയ്യാം. കൈകള് മടിയിൽ മലർത്തി വെക്കാം. എന്നിട്ട് കണ്ണുകൾ അടഞ്ഞ് ഇരിക്കട്ടെ. ഇനി ഒരു സാധാരണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. ദീർഘമായ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, വളരെ സാവകാശം പുറത്തേക്ക് വിടാം. സാവകാശം കണ്ണുകൾ തുറക്കാം. ഇനി നമ്മൾ ശരീരത്തിൽ ഏറ്റവും അധികം സ്ട്രെസ്, ടെൻഷൻ ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ ആ സമയത്ത് ഏറ്റവും അധികം ടോക്സിൻസ് ഒക്കെ ഡിപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ കഴുത്ത് അല്ലെങ്കിൽ കഴുത്തിന്റെ പിൻഭാഗം, തോളൊക്കെ നമുക്ക് നല്ല സ്ട്രെയിൻ അല്ലെങ്കിൽ നല്ല കഴപ്പ് വേദന പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാകാം. അതില്ല എന്നുണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാം. കൈകൾ നമ്മൾ നമ്മുടെ കാൽമുട്ടിന്റെ മുകളിൽ കമിഴ്ത്തി വെക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് സാവകാശം തോൾ ഉയർത്തി ചെവിയിലേക്ക് തൊടുന്നു. ശ്വാസം പുറത്ത് വിട്ടിട്ട് സാവകാശം താഴേക്ക്. ശ്വാസം എടുക്കുന്നു, നേരെ തോൾ ഉയർത്തി നമ്മുടെ ചെവിയിലേക്ക് തട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു. ശ്വാസം പുറത്ത് വിടുന്നു, താഴേക്ക്. ഒരിക്കൽ കൂടെ ശ്വാസം എടുക്കുന്നു, കൈ നേരെ ചെവിയില് ഷോൾഡർ മുട്ടുന്നു. ശ്വാസം പുറത്ത് വിടുന്നു, താഴേക്ക്. ഇനി നമ്മൾ ആ ഷോൾഡറിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമമാണ്. നമ്മൾ മുന്നിലേക്ക് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ഷോൾഡർ മുന്നിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. അതേപോലെ പിറകിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. എത്ര മുകളിലേക്ക് ഉയർത്താമോ അങ്ങനെ മുകളിലേക്ക്. ശ്വാസം എടുത്ത് വിടാനായിട്ട് മറക്കരുത്. എന്നിട്ട് റിലാക്സ്. കൈകൾ നേരെ മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നു. കൈയുടെ വിരലുകൾ ചേർത്ത് വെക്കുന്നു. നമ്മുടെ മുന്നിൽ ഒരു ഭിത്തി ഉണ്ടെങ്കിൽ എങ്ങനെ ആ ഭിത്തിയിൽ നമ്മൾ തള്ളി പിടിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. കൈകളുടെ വിരലുകൾ ചേർത്ത് വയ്ക്കുന്നു. എന്നിട്ട് സാവകാശം നമ്മളെ മുന്നിലുള്ള ആളിനെ വിളിക്കുന്നത് പോലെ മുന്നിലേക്കും പിന്നിലേക്കും നമ്മുടെ കൈപ്പത്തി ചലിപ്പിക്കുന്നു. വശങ്ങളിലേക്ക് ചലിപ്പിക്കുന്നു. മുകളിലേക്ക് ചലിപ്പിക്കുന്നു.
വശങ്ങളിലേക്ക് ചലിപ്പിക്കുന്നു. ഒന്നുകൂടെ കൈ സ്ട്രെച്ച് ചെയ്യുന്നു. ഇപ്പൊ കൈക്കൊരു കഴപ്പുണ്ടാവും, വേദന പോലെ ഉണ്ടാവും. പക്ഷെ മൈൻഡ് ചെയ്യണ്ട, റിലാക്സ് ആയിട്ടിരിക്കുക. കൈ റിലാക്സ് ചെയ്യാം. വീണ്ടും കൈ നേരെ മുന്നിലേക്ക് പിടിക്കുന്നു. കൈയുടെ മുഷ്ടി ചുരുട്ടി പിടിക്കുന്നു. എന്നിട്ട് നമ്മുടെ റിസ്റ്റ് മാത്രം, കൈക്കുഴയെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അതേപോലെ തിരികെയും കൈകൾ റൊട്ടേറ്റ് ചെയ്യുന്നു. കൈയുടെ വിരലുകളൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തു തുറക്കുന്നു, അടയ്ക്കുന്നു, തുറക്കുന്നു, അടയ്ക്കുന്നു. ആൻഡ് റിലാക്സ്. ഇനി നമ്മൾ കാലിനെ ഒന്ന് റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കാലുകൾ ഇതേപോലെ കാൽപാദം തൊഴുതു പിടിക്കാം. കൈകൾ കൊണ്ട് കൊരുത്ത് പിടിക്കുന്നു. നട്ടെല്ല് നിവർത്തിയിരിക്കുന്നു. കാലുകൾ ഇതുപോലെ കാൽമുട്ടുകൾ വശങ്ങളിലേക്ക്, നട്ടെല്ല് നിവർത്തിയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ കാലുകള് ഈ വശങ്ങളിലേക്കുള്ളത് നമ്മളൊരു ചിത്രശലഭത്തിനെ പോലെ വിചാരിക്കുക. എന്നിട്ട് നമ്മൾ കാലിന്റെ മുട്ട് വെച്ച് ഇതുപോലെ ചിത്രശലഭം പറക്കുന്ന പോലെ എന്ത് ചെയ്യുക, ഇങ്ങനെ കാലുകൾ ചലിപ്പിക്കുക. കാലിന് നല്ലതായിട്ട് റിലാക്സേഷൻ കിട്ടും. പറ്റുമെന്നുണ്ടെങ്കിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് പറ്റുമെങ്കിൽ നമ്മുടെ നെറ്റി കൊണ്ടുവന്ന് കാൽവിരലിൽ മുട്ടിക്കാൻ പറ്റുമെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, തുടക്കത്തിൽ നമുക്ക് പറ്റില്ല. ഇതേപോലെ ശ്വാസം എടുക്കുന്നു, ശ്വാസം പുറത്ത് വിട്ട് ശ്വാസം എടുത്ത് സാവകാശം നിവർന്നു വരുന്നു. ഒരു തവണ കൂടെ ഇതേപോലെ കാലുകൾ ചലിപ്പിക്കാവുന്നതാണ്. റിലാക്സ് ചെയ്യാം. നിന്നുകൊണ്ടുള്ള കുറച്ച് ബോഡി ലൂസനിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. യോഗ മാറ്റ് വിരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ യോഗ മാറ്റ് ഇതേപോലെ സ്വസ്ഥമായിട്ട് നിൽക്കുന്നു. യോഗ ചെയ്യുമ്പോൾ നട്ടെല്ല് നിവർത്തിയും മുഖത്ത് നല്ല പുഞ്ചിരിയോടെ സ്വസ്ഥമായിട്ട് ഇരിക്കാനും ശ്രദ്ധിക്കുക. നട്ടെല്ല് നിവർത്തി തന്നെ ഇരിക്കുക. ശ്വാസത്തിലേക്ക് ശ്രദ്ധ, ഈ നിമിഷത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. അപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ കാൽപാദത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കാൽപാദം, ചിലപ്പോൾ കാലിന്റെ പാദം അല്ലെങ്കിൽ കാലിന്റെ കണങ്കാലിനൊക്കെ വേദനയുള്ളവരൊക്കെ ഉണ്ടാകും. അതിനൊക്കെ നല്ലതാണ്. അപ്പൊ നമ്മൾ ഉപ്പൂറ്റി ഉയർത്തുന്നു, കാലിന്റെ വിരലുകൾ ഉയർത്തുന്നു, ഉപ്പൂറ്റി ഉയർത്തുന്നു, കാൽ വിരൽ ഉയർത്തുന്നു. ഇത് കുറച്ചു നേരം ഇങ്ങനെ തുടരുക. അതിനുശേഷം നമുക്ക് യോഗ മാറ്റിലെ തന്നെ മുന്നിലേക്കും പിന്നിലേക്കും ഉപ്പൂറ്റി ഉയർത്തി വെച്ചിട്ട് ഇങ്ങനെ നടക്കാം. ഉപ്പൂറ്റി ഉയർത്തി വെച്ച് നടക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കാലിന്റെ ഉപ്പൂറ്റി കുത്തിയിട്ട് കാലിന്റെ വിരലുകൾ ഇങ്ങനെ ഉയർത്തി വെച്ച് നടക്കാം. അത് കഴിഞ്ഞതിന് ശേഷം കാലിന്റെ വശങ്ങൾ, ഉൾവശം ഉപയോഗിച്ചിട്ട് കുറച്ചു നേരം ഇങ്ങനെ എന്ത് ചെയ്യാം, നടക്കുന്ന പോലെ ചെയ്യാം. കാലിന്റെ പുറം ഭാഗം, കാൽപാദത്തിന്റെ പുറം ഭാഗം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, കുറച്ചു നേരം മസാജ് ചെയ്യാം. ഓക്കെ, വീണ്ടും കുറച്ചു നേരം ഉപ്പൂറ്റി ഉയർത്തുന്നു, വിരൽ ഉയർത്തുന്നു, ഉപ്പൂറ്റി ഉയർത്തുന്നു, വിരൽ ഉയർത്തുന്നു. ഓക്കെ, അതിനുശേഷം റിലാക്സ് ചെയ്യാം. കാലുകൾ കുറച്ച് അകലത്തില്, കൈകൾ റിലാക്സ് ചെയ്തിടുന്നു. കണ്ണുകൾ അടച്ചു വെച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ച് വിശ്രമിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പവർ വാക്കാണ്. പവർ വാക്ക് എന്ന് വെച്ചാൽ നമ്മളിപ്പോ നടന്ന് പുറത്തൊന്നും പോകാനായിട്ട് സമയമില്ല, അല്ലെങ്കിൽ രാവിലെ തണുപ്പാണ്, പട്ടികടി ഉണ്ടാകും നാട്ടിലാണെങ്കിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരിടത്ത് നിന്ന് തന്നെ നമുക്ക് നടക്കുന്നതിനെയാണ് പവർ വാക്ക് എന്ന് പറയുന്നത്. അത് ഇതുപോലാണ് ചെയ്യുന്നത്. ആദ്യത്തെ 25 തവണ, നിങ്ങൾ തുടക്കക്കാർക്ക് ചിലപ്പോൾ മാത്രമേ ചെയ്യണം, ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ നിങ്ങളൊരു 10 തവണ ചെയ്താൽ മതിയാവും. ആദ്യം ഒരു 10 തവണ ചെയ്യുക. അതിനുശേഷം അടുത്ത പവർ വാക്കും 10 തവണ ചെയ്യുക. 2 സെഷനായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ പവർ വാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരിടത്ത് തന്നെ നിന്നിട്ട് കാലിന്റെ മുട്ട് ഉയർത്തി നമ്മൾ എന്ത് ചെയ്യുക, കൈകൾ വീശി ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ്. നോട്ടം നേരെ, നട്ടെല്ല് നിവർത്തി. അപ്പൊ ഇത് കുറച്ച് നേരം എന്ത് ചെയ്യുക, കാലിന്റെ മുട്ട് ഉയർത്തി അങ്ങനെ നടക്കുക. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ കൈ പുറകിൽ കെട്ടി വെക്കുക. എന്നിട്ട് ആ നടത്തം നിർത്തരുത്, നടത്തം ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുക. ഇത് ഹൃദയത്തിന് ഏറ്റവും നല്ലൊരു വ്യായാമമാണ് ഈ ഒരു പവർ വാക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക, റിലാക്സ് ചെയ്യുക. കാലുകൾ അകലത്തില്, കുറച്ച് അകലത്തിൽ വെക്കുക. കൈകൾ വശങ്ങളിൽ തളർത്തിയിടുക. കണ്ണുകൾ അടച്ചു വെക്കുക. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും വരുന്നതും ശ്രദ്ധിച്ച് വിശ്രമിക്കുക. നിങ്ങൾക്ക് കുറച്ച് അധികമായിട്ടൊന്ന് വ്യായാമം ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ശരീരം ഒന്ന് റിലാക്സ് ആവണമെന്നുണ്ടെങ്കിൽ വെറുതെ എവിടെയാണോ നിൽക്കുന്നത് അത് ഇതുപോലെ ഇങ്ങനെ എന്ത് ചെയ്യാം, ജോഗ് ചെയ്യാം. ഇങ്ങനെ ഒരിടത്ത് തന്നെ നിന്നിങ്ങനെ ഓടുന്ന പോലെ ചെയ്യാം. കാലുകൾ വശങ്ങളിലേക്ക് ചലിപ്പിക്കാം.
മുന്നിലേക്കും പിന്നിലേക്കും ചലിപ്പിക്കാം. വേണമെങ്കിൽ കുറച്ചു നേരം ജമ്പ് ചെയ്യാം. എന്നാൽ റിലാക്സ് ചെയ്യാം. കണ്ണുകൾ അടച്ചു വെച്ച് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ ബോഡി ലൂസനിങ് ഒക്കെ കഴിഞ്ഞു, വാമപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണടച്ച് സ്വസ്ഥമായിട്ട് റിലാക്സേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് ജോയിന്റ് റൊട്ടേഷൻസ് ആണ്. നമുക്ക് ഒരുപാട് ജോയിന്റ്സ് ഉണ്ടല്ലേ, നെക്ക് മുതൽ ഷോൾഡർ, അതേപോലെ കൈയുടെ ഈ ഭാഗം, അതേപോലെ ഹിപ്പ്, അങ്ങനെ ഒരുപാട് ജോയിന്റ്സ് ഉണ്ട്. അപ്പൊ ആ ജോയിന്റ്സിനെയൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഈ ഒരു സമയത്തെന്ന് വെച്ചാൽ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് യോഗയും മെഡിറ്റേഷനും പ്രാണായാമം ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ശ്വാസം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, ശ്വാസം ശരിക്കും ഒരു ഓയിൽ പോലെയാണ് പറയാം, എണ്ണ പോലാണ്. അതായത് യോഗ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓരോരോ പാർട്ടുകളും റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എനർജി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ശ്വാസത്തിലൂടെയാണ്. നമുക്ക് ഇഷ്ടംപോലെ ഒരു പൈസയും കൊടുക്കാണ്ടല്ലേ ശ്വാസം എടുക്കുന്നതിന്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് ശ്വാസം എടുക്കാം. നമ്മുടെ ചുറ്റും നല്ല ഫ്രഷ് ആയിട്ടുള്ള എയർ ഉണ്ട്. അപ്പൊ ആ ശ്വാസം എടുത്ത് വിടുക, അതൊന്നും ചെയ്യണ്ട യോഗ ചെയ്യുന്നതിനോടൊപ്പം. ഓക്കെ, അപ്പൊ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ജോയിന്റ് റൊട്ടേഷൻ ആണ്. ഓക്കെ, ബോഡി ലൂസനിങ് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ജോയിന്റ് റൊട്ടേഷൻ. അപ്പൊ ആദ്യത്തെ ജോയിന്റ് എവിടാ, നമുക്ക് മുകളിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഇപ്പൊ കൈകൾ പറ്റുമെങ്കിൽ ഇതാ ഇങ്ങനെ ഹിപ്പിൽ ഇടുപ്പിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്നൊരു സ്റ്റെബിലിറ്റി കിട്ടും, ഒന്ന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റും. അപ്പൊ ചെയ്യുന്നത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, കഴുത്താണ് ആദ്യം ചെയ്യുന്നത്. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മുകളിലേക്ക് നോക്കുന്നു, ശ്വാസം പുറത്ത് വിട്ടിട്ട് താടി നെഞ്ചിൽ മുട്ടിക്കുന്നു. ഇതങ്ങനെ 3 തവണ ചെയ്യണം. ശ്വാസം എടുത്ത് മുകളിലേക്ക് നോക്കുന്നു, ശ്വാസം പുറത്ത് താടി നെഞ്ചില്, ശ്വാസം എടുക്കുന്ന മുകളിലേക്ക് നോക്കുന്നു, ശ്വാസം പുറത്ത് വിട്ട് താടി നെഞ്ചില്, ശ്വാസം എടുത്ത് നേരെ. ഇനി കഴുത്തിന് വേണ്ടി ചെയ്യുന്നത് വലതുവശത്തേക്കും ഇടതുവശത്തേക്കും കഴുത്തിനെ ഒന്ന് ബെൻഡ് ചെയ്യുകയാണ്. ശ്വാസം എടുക്കുന്നു, ശ്വാസം പുറത്ത് വിട്ട് വലത് തോളിലേക്ക് തല ചരിക്കുന്നു. ഇടത് ഭാഗത്തെ കഴുത്തിന്റെ മസില് വലിയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം എടുത്തു വിടുന്നു. വീണ്ടും ശ്വാസം എടുക്കുന്നു, നിവരുന്നു, ശ്വാസം പുറത്ത് വിട്ടിട്ട് ഇടതുവശത്തേക്ക് തല ചരിക്കുന്നു. എന്നിട്ട് ശ്വാസം എടുത്ത് വിട്ട് അങ്ങനെ റിലാക്സ് ചെയ്യാം. വലതു ഭാഗത്തെ കഴുത്തിന്റെ മസില് നന്നായിട്ട് വലിയുന്നത് ശ്രദ്ധിക്കാം. ശ്വാസം എടുത്ത് വിടാം. ശ്വാസം എടുക്കുന്നു, നേരെ വരുന്നു. ഇനി നേരെ തല പിറകിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നു, ശ്വാസം എടുത്തു വിടുന്നു. തല മുന്നിലേക്ക്, ശ്വാസം എടുത്തു വിടുന്നു, ശ്വാസം എടുക്കുന്നു, നിവരുന്നു. അതിനുശേഷം കഴുത്ത് വലതുവശത്തേക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ. ശ്വാസം എടുക്കുന്നു, തല ചരിച്ച് വലതുവശത്തേക്ക് നോക്കുന്നു, കഴുത്തിന്റെ മസിലുകൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നു, ശ്വാസം എടുത്തു വിടുന്നു. ശ്വാസം എടുക്കുന്നു, നേരെ വരുന്നു, ഇടതുവശത്തേക്ക് തല ചരിച്ച് നോക്കുന്നു, ട്വിസ്റ്റ് ചെയ്യുന്നു. കഴുത്തിന്റെ മസില് ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുന്നു, നേരെ വരുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് നെക്ക് റൊട്ടേഷൻ ആണ്. ശ്വാസം എടുക്കുന്നു, നേരെ മുകളിലേക്ക് നോക്കുന്നു, ശ്വാസം പുറത്ത് വിട്ടിട്ട് താടി നെഞ്ചിൽ മുട്ടിച്ചു, വലത് തോളിലൂടെ ശ്വാസം എടുത്തുകൊണ്ട് പിറകിലേക്ക് പോകുന്നു, ശ്വാസം പുറത്ത് വിട്ട് ഇടത് തോളിലൂടെ മുന്നിലേക്ക്. ശ്വാസം എടുക്കുന്നു, വലത് തോളിലൂടെ ശ്വാസം എടുത്ത് പിറകിലെത്തിയതിനു ശേഷം ശ്വാസം പുറത്ത് വിട്ടിട്ട് ഇടത് തോളിലൂടെ മുന്നിലേക്ക്. അങ്ങനെ നമ്മളൊരു 3 പ്രാവശ്യം ചെയ്യും. ശ്വാസം എടുത്ത് മുകളിലേക്കും, ശ്വാസം പുറത്ത് വിട്ടിട്ട് മുന്നിലേക്ക്. അതുപോലെ ഇടതുവശത്തൂടെ ശ്വാസം എടുക്കുന്നു, ഇടതുവശത്ത് കൂടെ പിറകിലേക്ക് പോകുന്നു, ശ്വാസം പുറത്ത് വിട്ടിട്ട് വലതുവശത്ത് കൂടെ മുന്നിലേക്ക്. ശ്വാസം എടുക്കുന്നു, ഇടതുവശത്ത് കൂടെ പിറകിലേക്ക് പോകുന്നു, ശ്വാസം പുറത്ത് വിടുന്നു, വലതുവശത്ത് കൂടെ മുന്നിലേക്ക്. അതും നമ്മൾ എന്ത് ചെയ്യും? 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. കഴുത്ത് മാത്രമാണ് ചലിക്കേണ്ടത്. ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ സ്റ്റേബിൾ ആയിട്ട് തന്നെ ഇരിക്കുക ആൻഡ് റിലാക്സ്. അപ്പൊ കഴുത്തിന്റെ ജോയിന്റിനെ നമ്മൾ റിലാക്സ് ചെയ്തു. ഇനി ഏതാണ്? ഷോൾഡർ. ഷോൾഡർ വന്നിട്ട് കൈപ്പത്തി രണ്ടും ഷോൾഡറിൽ വെക്കുക.
കൈയുടെ മുട്ടുകൾ ഇതുപോലെ ശ്വാസത്തിനൊപ്പം മുകളിലേക്ക് ഉയരുന്നു. ശ്വാസം പുറത്ത് വിട്ടിട്ട് പിറകിലേക്ക്. വീണ്ടും ബ്രീത്ത് ഇൻ ആൻഡ് കൈ മുട്ട് മുകളിലേക്ക്, ശ്വാസം പുറത്ത് വിട്ട് പിറകിലേക്ക്. ശ്വാസം എടുക്കുന്നു, കൈ നേരെ മുകളിലേക്ക് ഉയരുന്നു, ശ്വാസം പുറത്ത് വിട്ട് പിന്നിലേക്ക്. തിരിച്ച് പിറകിലൂടെ ശ്വാസം എടുക്കുന്നു, കൈമുട്ടുയരുന്നു, പിറകിലേക്ക്. ശ്വാസം എടുക്കുന്നു, കൈമുട്ടുയരുന്നു, പിറകിലേക്ക്. വീണ്ടും ശ്വാസം എടുക്കുന്നു, കൈമുട്ട് മുകളിലേക്ക്, പിറകിലേക്ക്. വീണ്ടും ഒരു ശ്വാസം ശക്തിയായി എടുക്കും. നമ്മൾ ഇരുന്നുകൊണ്ട് ചെയ്തായിരുന്നു. ശ്വാസം പുറത്ത് വിട്ടിട്ട് വീണ്ടും ശ്വാസം എടുക്കുന്നു, അഗൈൻ ഒരു പ്രാവശ്യം കൂടെ. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം വായടച്ച് വെക്കണം. മൂക്കിലൂടെയാണ് ശബ്ദം പോകേണ്ടത്. അങ്ങനെ റിലാക്സ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ജോയിന്റ് എവിടെയാണ്? കൈയുടെ മുഷ്ടി. കൈമുഷ്ടി ഒന്ന് കറക്കാം. അതേപോലെ കൈ തിരിച്ച് കൈയുടെ വിരലുകളൊക്കെ ഒന്ന് കുടയുന്നു. വേണമെങ്കിൽ വലത് കൈ മുന്നിലേക്ക് നീട്ടി പിടിച്ചിട്ട് ഇടത് കൈ വെച്ചിട്ട് വിരലുകളൊക്കെ പിറകിലോട്ടൊന്ന് മസിലിനെ എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുന്നിലേക്കും പിറകിലേക്കും മുന്നിലേക്കും. അതുപോലെ ഇടത്ത് കൈയും എന്ത് ചെയ്യുക, ഒന്ന് പിറകിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. വിരലുകൾ തള്ളവിരൽ വിട്ട് കളയരുത്. അത് എന്ത് ചെയ്യുക, പിറകിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ റിലാക്സ്. ഓക്കെ, ഇനി ഏതാണ് നമ്മളെ ഈ ഒരു ഭാഗം, ട്രങ്ക്. ഈ ഒരു ഭാഗമാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യണം, കാല് കുറച്ചൊന്ന് അകലത്തിൽ കീപ്പ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം കൈ നേരെ മുന്നിലേക്ക് നീട്ടിപ്പിടിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ശ്വാസം പുറത്ത് വിട്ടിട്ട് വലതുവശത്തേക്ക് എത്ര ടെസ്റ്റ് ചെയ്യാമോ തിരിയുക. കാല് അവിടെ തന്നെ അങ്ങനെ പോയി മാക്സിമം ടെസ്റ്റ് ചെയ്ത് നിന്നിട്ട് ശ്വാസം എടുത്ത് വിടാം. ശ്വാസം എടുക്കുന്നു, നേരെ വരുന്നു. എന്നിട്ട് ഇടതുവശത്തേക്ക് പോകുന്നു, ശ്വാസം എടുത്ത് വിടാം, ശ്വാസം എടുത്ത് വിടാം. നേരെ കൈ നേരെ മുന്നിലേക്ക്, കൈകൾ റിലാക്സ് ചെയ്യാം. കാലുകൾ ഒന്ന് ചേർത്ത് വെക്കുന്നു. കൈ ഇടുപ്പില്. അടുത്ത ജോയിന്റ് ഹിപ്പിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. ഒരു സർക്കിളിലൂടെ നമ്മൾ 4 പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫ്രണ്ട്, റൈറ്റ്, ബാക്ക് ആൻഡ് ലെഫ്റ്റ്. അങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു ഹിപ്പ്. അതേപോലെ തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. റിലാക്സ് ചെയ്യുന്നു. ഇനി എവിടെ ജോയിന്റ്? കാലിന്റെ മുട്ട്. കാലിന്റെ മുട്ട് നമ്മളിങ്ങനെ ഒന്ന് കൊരുത്ത് പിടിക്കുന്നു. എന്നിട്ട് കാലിന്റെ മുട്ട് നമ്മളിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. തിരികെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, റിലാക്സ്. ഇനി എവിടാണ്? കാലിന്റെ പാദം. കാൽപാദം. വലത് കാല് മുന്നിലേക്ക് ഇങ്ങനെ നീട്ടി വെക്കുക. എന്നിട്ട് വലത് കാലിന്റെ പാദം ഭാഗം, അതായത് കണങ്കാൽ ഭാഗം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. തിരികെയും റൊട്ടേറ്റ് ചെയ്യുന്നു. കാലിന്റെ മുട്ട് നമ്മളിങ്ങനെ ഒന്ന് കുടയുന്നു. എന്നിട്ട് കാലിനെ പറ്റുമെങ്കിൽ ഇവിടെ വെച്ച് കാലിന്റെ മുട്ട് വളയാതെ ഇങ്ങനെ ഒന്ന് എന്ത് ചെയ്യുക, ബാലൻസ് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ കൈ ഇങ്ങനെ ഒന്ന് വെക്കാം. ഓക്കെ, ഇനി ഇടത് കാലം അതേപോലെ തന്നെ മുന്നിലേക്ക് പിന്നിലേക്ക്, മുന്നിലേക്ക് പിന്നിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നു. ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു, തിരികെ റൊട്ടേറ്റ് ചെയ്യുന്നു. കാലൊന്ന് കുടയുന്നു, കാലിനെ മുന്നിലേക്ക് പിന്നിലേക്ക് ചലിപ്പിക്കുന്നു. എന്നിട്ട് ഇപ്പൊ നമ്മുടെ എല്ലാ ജോയിന്റ്സും ഒന്ന് മസിലൊക്കെ ഒന്ന് വലിയ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിട്ട് റിലാക്സ് ചെയ്യാം. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ഉള്ളിലേക്ക് പോകുന്ന ശ്വാസവും പുറത്തേക്ക് പോകുന്ന ശ്വാസവും ശ്രദ്ധിച്ച് സ്വസ്ഥമായിട്ട് റിലാക്സ് ചെയ്ത് നട്ടല് നിവർത്തി മുഖത്തെ പുഞ്ചിരി ഒന്നും മായാതെ സ്വസ്ഥമായിട്ട് അങ്ങനെ നിൽക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യോഗ ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട ബോഡി ലൂസനിങ്ങും അതുപോലെ ജോയിന്റ് റൊട്ടേഷൻസും ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുക. അതിനുശേഷം സ്വസ്ഥമായിട്ട് വീണ്ടും ആ യോഗ മാറ്റിൽ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, കണ്ണുകളടച്ച് സ്വസ്ഥമായിട്ട് വിശ്രമിച്ചതിന് ശേഷം വളരെ സാവകാശം എഴുന്നേൽക്കുക. പിന്നെ നിങ്ങൾ എല്ലാവരും ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് പ്ലേ ചെയ്ത് നിങ്ങൾക്ക് റെഗുലറായിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇനി ഞാൻ ചെയ്യുന്നത് ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കും. അതിപ്പോൾ പ്രാണായാമം ആയാലും യോഗ ആയാലും ഒക്കെ ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കും. അപ്പം അതൊക്കെ ഫോളോ ചെയ്ത് നിങ്ങളിതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അപ്പം എല്ലാവർക്കും നല്ല സമയവും നല്ല ദിവസവും ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആരാധന കാദംബരി എല്ലാവിധ സ്നേഹവും നിങ്ങളോടൊപ്പം എന്നോടൊപ്പം ഉണ്ടാവുക. നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. താങ്ക് യു സോ മച്ച്.